യുഎസിൽ നാടുകടത്തൽ ഭീഷണി നേരിട്ട് 2.5 ലക്ഷത്തോളം ഇന്ത്യൻ അമേരിക്കൻ കുടിയേറ്റക്കാർ. നിയമപരമായി കുടിയേറിയ ഇന്ത്യക്കാരുടെ കുട്ടികളാണ് 21 വയസ്സ് തികയുന്നതോടെ യുഎസ് വിടാൻ നിർബന്ധിതരാകുന്നത്. ഡോക്യുമെന്റഡ് ഡ്രീമേഴ്സ് എന്നറിയപ്പെടുന്ന ഇവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ ജനിച്ച് കുട്ടികളായിരിക്കെ മാതാപിതാക്കൾക്കൊപ്പം യുഎസിലേക്ക് കുടിയേറിയവരാണ്. എന്നാൽ 21 വയസ്സ് തികയുന്നതോടെ ആശ്രിത വിസയിൽ താമസിക്കാനുള്ള പ്രായപരിധി അവസാനിക്കും. ഇത്തരത്തിൽ അമേരിക്കയിൽ കുടിയേറിയ 2.5 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ വംശജരാണ് യുഎസിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി നിയമപ്രകാരം 21 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും അവിവാഹിതർക്കുമാണ് ദീർഘകാല വിസയുള്ളവരുടെ ആശ്രിത പദവിയിൽ തുടരാവുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ സ്ഥിരതാമസാവകാശമായ ഗ്രീൻ കാർഡ് നേടാത്ത പക്ഷം യുഎസിൽ തുടരാനാവില്ല. യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കണക്ക് പ്രകാരം ആശ്രിത വിഭാഗം ഉൾപ്പെടെ 1.2 ദശലക്ഷം ഇന്ത്യക്കാരാണ് നിലവിൽ സ്ഥിരതാമസാവകാശമായ ഗ്രീൻ കാർഡിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നത്. താത്കാലിക വിസ നേടി നാടുകടത്തൽ നീട്ടിവെക്കുക മാത്രമാണ് ഈ ഘട്ടത്തിൽ പരിഹാരമായി മുന്നിലുള്ളത്. ഡോക്യുമെന്റഡ് ഡ്രീമേഴ്സിന്റെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഇംപ്രൂവ് ദി ഡ്രീം അടക്കം സംഘടനകളുടെ ആവശ്യപ്രകാരം ഇക്കഴിഞ്ഞ ജൂൺ 13 കുടിയേറ്റം, പൗരത്വം, അതിർത്തി സുരക്ഷ എന്നിവ സംബന്ധിച്ച സെനറ്റ് ജുഡീഷ്യറി സബ് കമ്മിറ്റിയുടെ ചെയർമാനായ സെനറ്റർ അലക്സ് പാഡില്ലയുടെ നേതൃത്വത്തിൽ 43 സെനറ്റ് അംഗങ്ങളുടെ ഉഭയകക്ഷി സംഘം വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു. ഗ്രീൻ കാർഡിനു വേണ്ടി അപേക്ഷിച്ച് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയടക്കം പരാമർശിക്കുന്നതായിരുന്നു കത്ത്. യുഎസിൽ പഠിച്ചു വളർന്ന ബിരുദം വരെ എത്തുന്ന കുട്ടികളെ ഒരു സുപ്രഭാതത്തിൽ നാടുകടത്തുന്നത് മനുഷ്യാവകാശ വിഷയമാണെന്നാണ് ഉഭയകക്ഷി സമിതിയുടെ ആരോപണം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.